സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പാചകത്തിൻ്റെ വീഡിയോ അല്ല ചെയ്യുന്നത്, മൈലാഞ്ചി അല്ലെങ്കിൽ ഹെന്ന ഇൻസ്റ്റൻ്റായി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. പണ്ട് നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കണ്ടുവന്നിരുന്ന ഒരു സസ്യമാണ് മൈലാഞ്ചി. മൈലാഞ്ചിയില അരച്ച് കയ്യിലിട്ട് ചുവപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മൈലാഞ്ചിയിട്ട് ഉണങ്ങിയതിനു ശേഷം കയ്യിൽ എണ്ണ പുരട്ടുമായിരുന്നു. അതിൻ്റെ സുഗന്ധം ഒന്ന് വേറെ തന്നെയാണ്. ഇന്ന് ഫ്ലാറ്റുകളിലും ദൂരദേശങ്ങളിലും താമസിക്കുന്നവർക്ക് പെട്ടെന്ന് മൈലാഞ്ചി ഇടാനുള്ള ടെക്നിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കല്യാണത്തലേന്ന് മൈലാഞ്ചി കോൺ ഉപയോഗിച്ച് മൈലാഞ്ചി ഇടുന്നതിന് വലിയ തുക കൊടുക്കേണ്ടി വരുന്നു. കല്യാണ പെണ്ണൊഴികെ മറ്റുള്ളവർക്ക് ഈ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് മൈലാഞ്ചി ഇടാം. കർക്കിടക മാസത്തിൻ്റെ തലേന്ന് മൈലാഞ്ചി ഇടുന്ന പതിവുണ്ടല്ലോ. ഈ കർക്കിടകത്തിന് നമ്മൾക്ക് ഇതൊന്ന് പരീക്ഷിക്കാം. 2 ദിവസം എന്തായാലും നിൽക്കും. 2 രീതിയിൽ ഇത് തയ്യാറാക്കാം. രണ്ടാമത്തെ രീതിയാണ് കൂടുതൽ നല്ലത്. നമ്മുടെ വീടുകളിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇൻസ്റ്റൻ്റായിട്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. ഇതിന് വേണ്ടത് ചിരട്ടയാണ്. എല്ലാവരുടെ വീടുകളിലും ചിരട്ടകൾ ഉണ്ടാവുമല്ലോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കുക. ചിരട്ടയുടെ തുണ്ടുകൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുക. നടുക്ക് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം. ഇനി നടുക്ക് ഒരു ചെറിയ ബോൾ കൂടി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടിയിൽ വെച്ച പാത്രത്തിന് അനുയോജ്യമായി കറക്റ്റായിരിക്കുന്ന നടുക്ക് കുഴിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് പാത്രം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോഴേക്കും 2 പാത്രത്തിൻ്റെ നടുവിൽ കൂടി നല്ല പോലെ പുക വരും. ആ സമയം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി വെള്ളം നിറച്ച പാത്രം മാറ്റി വയ്ക്കുക. നമ്മൾ വെള്ളമൊന്നും മൺപാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാം, നാം നടുക്ക് വെച്ച ബോളിൽ കുറച്ച് വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ എടുത്തു വയ്ക്കുക. നമുക്ക് കിട്ടിയ വെള്ളത്തിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിൽ നല്ല ചുവപ്പ് നിറത്തിലുള്ളതോ ബ്രൗൺ കളറിലുള്ളതോ ആയ കുങ്കുമം കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കൊടുക്കുക. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ല പോലെ ചാലിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഇതുപോലുള്ള ബഡ്സ് കൊണ്ടോ കയ്യിലിടുക. നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇടാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ കൈ കഴുകുക. ഇങ്ങനെ ഇൻസ്റ്റൻ്റായി കൈ മൈലാഞ്ചി ഇട്ട പോലെ ചോപ്പിക്കാം. ഇത് മാക്സിമം 2 ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ. ഇനി അടുത്ത മെത്തേഡാണ് കിടിലൻ. ഇതിന് ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര ഇങ്ങനെ വട്ടത്തിൽ തൂവുക. ശർക്കര അഥവാ വെല്ലം പൊടിച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള ശർക്കര കിട്ടും. നടുക്ക് ഭാഗത്ത് വേണ്ട, അവിടെ ഒരു പ്ലേറ്റ് വെച്ച് അതിനു മുകളിൽ ഒരു ചെറിയ പാത്രം വയ്ക്കുക. ഇനി ശർക്കരയുടെ മുകളിൽ കുറച്ച് ജീരകം വിതറുക. ഇനി ഈ പാത്രത്തിന് മുകളിൽ കറക്റ്റായിരിക്കുന്ന വെള്ളം നിറച്ച പാത്രം വയ്ക്കുക. ഗ്യാസ് കത്തിച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ല പോലെ മൺപാത്രത്തിൽ നിന്നും ആവി വരുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി മുകളിൽ വെച്ച പാത്രം മാറ്റുക. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ബൗളിലും വെള്ളമുണ്ടാവും. ഈ വെള്ളം മെല്ലെ എടുത്തു മാറ്റുക. ശർക്കര ആയതുകൊണ്ട് അടിയിൽ പിടിച്ച ശർക്കര ഗ്യാസ് ഓൺ ചെയ്ത് കുറച്ച് ചൂടാക്കിയാൽ ഇളകി വരും. അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചാൽ മതി. ഈ മൺപാത്രം മറ്റ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മൈലാഞ്ചി ഉണ്ടാക്കുന്ന ആവശ്യത്തിന് ഇത് മാറ്റിവെക്കാം. നമ്മൾക്ക് കിട്ടിയ വെള്ളത്തിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് ഡാർക്ക് റെഡ് കളറിലുള്ള കുങ്കുമമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ ചാലിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഇതുപോലുള്ള ബഡ്സ് കൊണ്ടോ കയ്യിലിടുക. നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇടാം.
5 മിനിറ്റിന് ശേഷം കയ്യിലുള്ള ചായം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവും. കൈ വെള്ളത്തിൽ കഴുകുക. സോപ്പിട്ട് കഴുകി നോക്കൂ, കളർ ഒട്ടും ഇളകിപ്പോവില്ല. നല്ല സൂപ്പറായി ചുവന്നിട്ടുണ്ട്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ സിമ്പിളായി നമ്മൾക്ക് കൈയും കാലുമെല്ലാം ചുവപ്പിക്കാം. ബ്യൂട്ടി പാർലറിൽ പോയി ഒരുപാട് പൈസയും സമയമൊന്നും ചെലവഴിക്കേണ്ടതില്ല. രണ്ടാമത്തെ മെത്തേഡാണ് കൂടുതൽ നല്ലത്. ശർക്കരയും ജീരകവും എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുമല്ലോ. നോക്കൂ, 2 കൈയിലും 2 തരത്തിൽ തയ്യാറാക്കിയ മൈലാഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. രണ്ടും നല്ലപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ചിരട്ട കൊണ്ടുള്ളതും മറ്റേത് ശർക്കര ഉപയോഗിച്ചുള്ള മൈലാഞ്ചിയുമാണ്. ഇതിൽ എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയത് ശർക്കര വെച്ചുള്ള മൈലാഞ്ചിയാണ്. കല്യാണത്തിനോ മറ്റു ഫംഗ്ഷനുകൾക്കോ എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് നല്ല മൊഞ്ചത്തിയായി പോകാം. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് സക്സസ് ആയാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.